ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് പടക്കളം ഫിലിമിൻ്റെ വിശേഷമായിട്ടാണ്. പടക്കളം ആക്ച്വലി നമ്മുടെ ഷറഫുദ്ദീൻ്റെയും സുരാജ് വെഞ്ഞാറമ്മൂടും അവരുടെ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ ക്യാരക്ടേഴ്സുള്ള ഒരു പടമാണ്. അപ്പോൾ പടക്കളം ഫിലിമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പടക്കളം ആക്ച്വലി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മനു സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, പുതിയ ആളാണെന്ന് തോന്നുന്നു. അതുപോലെ റിട്ടൺ ബൈ മനു സ്വരാജും അതുപോലെ നിതിൻ സി ബാബു എന്ന് പറഞ്ഞിട്ടൊരാളും കൂടെ ചേർന്ന് എഴുതിയേക്കുന്നതാണ് സ്ക്രിപ്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആക്ച്വലി നമ്മുടെ ഫ്രൈഡേ ഫിലിംസ്, വിജയ് ബാബുവും അതുപോലെ വിജയ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടിയിട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അരുൺ മൂത്തേടത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. അതുപോലെ എഡിറ്റിംഗ് നിതിൻ രാജ് ആരോൾ, നമ്മുടെ പൊന്മാന്, ഫാലിമി, അതുപോലെ മുകുന്ദനുണ്ണിയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് അതുപോലെ രാജേഷ് മുരുകേശൻ, നമ്മുടെ പ്രേമം, നേരം, അതുപോലെ ആക്ഷൻ ഹീറോ ബിജു, ഈ പടങ്ങളൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിൻ ടു എൻഡ് വരെ നമുക്കൊരു ലാഗും ഇല്ലാണ്ട് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ്. പടം ആക്ച്വലി ഒരു കോമഡി ജോൺറയിൽ വരുന്ന പടമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ത്രില്ലർ, സസ്പെൻസ് സംഭവങ്ങൾ, പരിപാടികളുണ്ട്. ഒരു ജുമാൻജി കളിയുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, രോമാഞ്ചം ഫിലിമിൻ്റെ വേറെ ഒരു മൂഡിലുള്ള ഒരു പടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൽ കാസ്റ്റ് വരുന്നത് ആക്ച്വലി ഷറഫുദ്ദീന്, സുരാജ് വെഞ്ഞാറമ്മൂട്, പിന്നെ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിംഖാന മൂവിയിലുള്ള ചെറുതും വലുതായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനുണ്ട്. പിന്നെ അരുൺ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബറും റീൽസൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്. പിന്നെ സാഫ് ബോയ് ഉണ്ട്. സാഫ് ബോയും റീൽസിൽ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ വലിയ വൈഡായിട്ടുള്ള ഒരു കാസ്റ്റ് നിരയൊന്നും ഇല്ലെങ്കിൽ കൂടെ കുറച്ച് ആൾക്കാർ, നിരഞ്ജന അനൂപ്, അതുപോലെ അരുൺ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, ഇഷാൻ ഷൗക്കത്ത്, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഒരു കോളേജ് അന്തരീക്ഷത്തിൽ തുടങ്ങുന്ന കോളേജിലെ സാറുമാരും സ്റ്റുഡൻസും ആ കോളേജിലെ കുറച്ച് പരിപാടികളും അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് പരിപാടികളാണ്. പടത്തിൽ ത്രൂ ഔട്ട് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കുറച്ച് ചളി പോലത്തെ സാധനങ്ങളാണെങ്കിൽ കൂടെ ഈ സാഫ് ബോയും അതുപോലെ ഈ സന്ദീപ് പ്രദീപ്, അരുൺ പ്രദീപ്, പിന്നെ ഈ അരുൺ അജികുമാർ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫ്രണ്ട്സ് ഗ്യാങ് തമ്മിലുള്ള കോമ്പിനേഷനായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഡൈജസ്റ്റ് ആവും. നമുക്കത് കൂടെ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന കോമഡികളുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എടുത്തു പറയണം. ഷറഫുദ്ദീന് ഒരു ഫസ്റ്റ് ഹാഫ് വരെ പുള്ളിയുടെ ഒരു മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ചിരിയും പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് വരെ നൈസ്ലി പടം ഒരു എക്സ്റ്റെൻഡിലെത്തി നിന്ന് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയൊരു സസ്പെൻസ് സാധനം ഇട്ട് വന്നിട്ട് പിന്നെ പടം വേറൊരു കോമഡി മൂഡിൽ പോയിട്ട് ദെൻ എൻഡ് ചെയ്യുന്നൊരു പടം. ഭയങ്കര വലിയ സംഭവം പടം എന്നല്ലെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ് അടിച്ചു പൊളിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. അതുപോലെ ഇതിൽ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ക്യാരക്ടറും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. പുള്ളിയാണ് പടത്തിൽ എൻഡിൽ വന്നെത്തി നിൽക്കുന്നത്. പുള്ളിയുടെയും കുറേ സീനുകളൊക്കെ നൈസായിട്ട്, പുള്ളിയുടെ കോമഡി പരിപാടികളൊക്കെ നൈസായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാൻ ക്യാമറ സംഭവങ്ങൾ അങ്ങനെ ഒന്നും എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഒരു പടമാണ്. പിന്നെ മ്യൂസിക് ആയിക്കോട്ടെ, മ്യൂസിക്കും നൈസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നൈസ് പരിപാടിയായിട്ടാണ് പോകുന്നത് പടം. അപ്പോൾ പടം നല്ല രീതിക്ക് ഒരു എൻ്റർടൈനിങ് മൂവിയാണ്, കോമഡിയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ത്രില്ലർ, സസ്പെൻസ്, കുറച്ച് ജുമാൻജി പരിപാടിയും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പടം കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. നല്ല അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് നല്ല വൈബായിട്ട് സ്റ്റാർട്ട് ടു എൻഡ് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പടത്തിനെ പറ്റി തോന്നിയത് എന്നുള്ള അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.